BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്. It's time to change. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്. തൊടുപുഴയുടെ ഹൃദയഭാഗത്ത് പ്രകൃതിയുടെ മടിത്തട്ടിൽ സുഖകരമായ താമസത്തിന് സിനമൺ കൗണ്ടി. ആദം സ്റ്റാർ കോംപ്ലക്സിന് സമീപം കല്യാൺ ജ്വല്ലറിക്ക് എതിർവശം തൊടുപുഴ. റോയൽ എന്നും നിങ്ങളോടൊപ്പം എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെയും വിശാലമായ ഷോറൂം. റോയൽ ഫാമിലി ഷോപ്പ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം തൊടുപുഴ. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ജുവൽ ജംഗ്ഷൻ, തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. ഡ്യൂട്ടൺ LED ലൈറ്റിംഗ് ലൈവ്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഭാഗമായ വിമല കിൻഡർ ഗാർഡനിൽ 2021-22 അധ്യയന വർഷത്തേക്കുള്ള LKG UKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആപ്ലിക്കേഷൻ ഫോംസ് കിൻഡർ ഗാർഡൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 100% 916 BIS ഹോൾമാർക്ക് ജുവലേഴ്സ്, പറയംചാലിൽ ജുവലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സഹകരണ മേഖലയിൽ പൊതുജനങ്ങൾക്ക് ആംബുലൻസ് സേവനവുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം മുന്നോട്ട്. സേവനത്തിനായി വിളിക്കേണ്ട നമ്പർ 830 101 2000. മറ്റൊരു നമ്പർ 830 101 3000. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം എന്നും ജനങ്ങൾക്കൊപ്പം. firstcry.com ഇപ്പോൾ തൊടുപുഴയിലും. ബിഗ് സ്റ്റോർ ഫോർ ലിറ്റിൽ വൺസ്. firstcry.com, Affinity Towers, കോതായിക്കുന്ന് ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഫോൺ 8156885656. സിമ്പിൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെയും ഈ ജുവൽ ശേഖരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. BIS 916 ഹോൾമാർക്ക് ജ്വല്ലറി, JK ജുവൽസ്, ഓപ്പോസിറ്റ് TDM ഷൂ മാർട്ട്, തൊടുപുഴ. നമസ്കാരം. BBC-യുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇടുക്കിയിൽ LDF സർക്കാർ നൽകിയ പട്ടയങ്ങൾ റദ്ദു ചെയ്യുവാൻ പരിസ്ഥിതിവാദികളെ കൂട്ടുപിടിക്കുന്നതിന് പിന്നിൽ ഡീൻ കുര്യാക്കോസ് MPയും PT തോമസും എന്ന മുൻ MP ജോയിസ് ജോർജ്. കരിമണ്ണൂരിലും കോടിക്കുളത്തും തൊടുപുഴയിലും NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടന്നു. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. UDF പാലക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ UDF സംസ്ഥാന സെക്രട്ടറി ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. സ്നേഹഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കമിട്ടു. തൊടുപുഴ ന്യൂമാൻ കോളേജും കോതമംഗലം രൂപത ലേബർ മൂവ്മെന്റും കോളേജിലെ NCC യൂണിറ്റുമാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത്. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇത് അമിതമായ ആത്മവിശ്വാസമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എന്നാൽ താൻ KPCC അധ്യക്ഷനായി ചുമതലയേറ്റ കാലത്ത് കാസർഗോഡ് നിന്നും ആരംഭിച്ച ജനമഹായാത്ര അതിന്റെ തുടക്കമായിരുന്നുവെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. തൊടുപുഴ മുനിസിപ്പാലിറ്റി, ആ മുനിസിപ്പാലിറ്റിയിൽ 35 വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ 35 വാർഡിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ ഒരൊറ്റ സ്ഥാനാർത്ഥി മാത്രമാണ്. പഠിച്ച പണി 18 പയറ്റിയിട്ടും CPM-ന് സാധിച്ചെന്ന് നമ്മളൊക്കെ തന്നെ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്.
ബാക്കി ആർക്കും അരിവാൾ ചുറ്റിക നക്ഷത്രം വേണ്ട. അവർ പറയുന്നത് എന്താണ്? വെറുക്കപ്പെട്ട ചിഹ്നമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം. അത് കണ്ടാൽ തന്നെ ആളുകൾ വോട്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയമായ അസ്പൃശ്യത? ഇവിടെ ഗൗരവമായി കാര്യം നമ്മൾ ചിന്തിക്കണം. ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ചിഹ്നം ഏതാണ്? കുട, വടി, കുന്തം, എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് ചിഹ്നങ്ങളുമായിട്ടാണ് CPM നേതാക്കന്മാർ വാർഡുകളിൽ മത്സരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇതുപോലെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ്, ഒരു സ്വത്വ പ്രതിസന്ധി CPM-ന് നമ്മുടെ കേരള സംസ്ഥാനത്ത് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്ന ശേഷം ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? സ്ഥാനാർത്ഥിയെ കിട്ടാതെ, അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കാതെ അവസാനം ഞങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രമില്ല, മറ്റേതെങ്കിലും ചിഹ്നത്തിൽ മത്സരിക്കാം, ജനങ്ങളെ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കാത്ത തരത്തിൽ അപമാനകരമാണ് ചുറ്റുപാടെന്ന് അവർ പറയുകയുണ്ടായി. ഈ ഒരു പ്രതിസന്ധിയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിൽ LDF സർക്കാർ നൽകിയ പട്ടയങ്ങൾ റദ്ദ് ചെയ്യുവാൻ പരിസ്ഥിതിവാദികളെ കൂട്ടുപിടിക്കുന്നതിന് പിന്നിൽ ഡീൻ കുര്യാക്കോസ് MPയും PT തോമസും എന്ന് മുൻ MP ജോയ്സ് ജോർജ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളുടെ കുടുംബസംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ജോയ്സ് ജോർജ്. LDF നൽകുന്ന പട്ടയ നടപടികളെയും ഇടുക്കിയിലെ കർഷകർക്ക് വേണ്ടി നിലകൊണ്ട മുഴുവൻ ജനപ്രതിനിധികളെയും പരിസ്ഥിതിവാദികളെയും സമൂഹ മാധ്യമങ്ങളെയും മറ്റും കൂട്ടുപിടിച്ച് കയ്യേറ്റക്കാരായി ചിത്രീകരിച്ചതിന് പിന്നിലെ ഗുണഭോക്താക്കൾ ആരൊക്കെയെന്ന് ഇടുക്കിയിലെ കർഷകർക്ക് അറിയാമെന്ന് മുൻ MP ജോയ്സ് ജോർജ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 10, 11, 12, 14 വാർഡുകളിലെ കുടുംബയോഗങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോയ്സ് ജോർജ്. പട്ടയം കൊടുത്ത് മിടുക്കന്മാരാകണ്ട എന്ന് ചില ആളുകൾക്ക് സംശയം തോന്നൽ നമുക്ക് ഇപ്പം ഉണ്ട്. അതിന്റെ കാര്യം എന്താ? നിങ്ങളറിയും, ചില ആളുകളെ വൺ എർത്ത് വൺ ലൈഫ്, ചില പരിസ്ഥിതി സംഘടനകൾ, അവർക്ക് വേണ്ടി ഹാജരാകുന്ന ചില അഭിഭാഷകർ ഹരീഷ് വാസുദേവൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നിങ്ങൾക്ക് അവരെ നല്ല പരിചയം കാണും. കാരണം ഞാൻ പാർലമെന്റ് ഇലക്ഷൻ മത്സരിക്കാൻ വന്നപ്പോൾ മുതൽ 5 വർഷക്കാലം MP ആയിരുന്ന കാലത്ത് നിരന്തരമായി എന്നെ മാത്രമല്ല മണിയാശാൻ ഉൾപ്പെടെ ഇടുക്കിയിലെ കൃഷിക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന മുഴുവൻ ആളുകളെയും കയ്യേറ്റക്കാരായി ചിത്രീകരിക്കാൻ, സമൂഹ മധ്യത്തിൽ മോശക്കാരാക്കാൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നിരന്തരമായി ശ്രമിച്ചിരുന്ന നമുക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും നിരന്തരമായി അപവാദ പ്രചരണവും വ്യക്തിഹത്യയും നടന്നിരുന്ന ആളുകളാണ് ഈ ഹരീഷ് വാസുദേവൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അതിന്റെ ഗുണഭോക്താക്കളായിരുന്നു ഡീൻ കുര്യാക്കോസും PT തോമസും ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവിടുത്തെ കോൺഗ്രസുകാർ എന്ന് പറയാതിരിക്കാനാവില്ല. അപ്പോൾ ഇടതുപക്ഷക്കാരൻ പട്ടയം കൊടുത്ത് മിടുക്കന്മാരാകണ്ട എന്ന് കണ്ടിട്ട് വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന സംഘടനയെ കൊണ്ട് ഒരു സംഘടനയ്ക്ക് വേണ്ടി ഹരീഷ് വാസുദേവൻ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ കഞ്ഞിക്കുഴിയിലും ഇടുക്കിയിലും കൊടുക്കുന്ന പട്ടയങ്ങൾ മാത്രമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ച 1964 ഭൂപതിവ് ചട്ടം അനുസരിച്ച് കൊടുത്ത പെരിഞ്ചാംകൊട്ടിയിലെ, അതുപോലെ ഇരട്ടിയാറ്റിലെ, അയ്യപ്പൻകോവിലെ, കാഞ്ചിയാറ്റിലെ, ബൈസൺ വാലിയിലെ, കൊത്തുങ്കലിലെ ഉൾപ്പെടെയുള്ള മുഴുവൻ പട്ടയങ്ങളും റദ്ദാക്കണമെന്നും പട്ടയ നടപടികൾ നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. LDF പഞ്ചായത്ത് കൺവീനർ MK ചന്ദ്രൻകുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ നാരായണൻ നായർ, KM മുരളി, ബിജു പുരുഷോത്തമൻ, മനോഹർ ജോസഫ്, ബിനു പുന്നയാർ, ഷാജി വാഴക്കാല, CV വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥിമാരായ പുഷ്പ ഗോപി, സജീവൻ തേനിക്കാക്കുടി, MM പ്രദീപ്, ബേബി ഐക്കര, സുനിത കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 9 പന്നൂരിൽ NDA സ്ഥാനാർത്ഥി അംബിക വിജയന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കുടുംബസംഗമം മിസോറാം മുൻ ഗവർണറും BJP മുൻ സംസ്ഥാന അധ്യക്ഷനുമായ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KS സജി, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് NDA സ്ഥാനാർത്ഥി KN ഗീത, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പന്നൂർ ഡിവിഷൻ NDA സ്ഥാനാർത്ഥി പ്രകാശ് KA എന്നിവർ പങ്കെടുത്തു. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ NDA ഇലക്ഷൻ കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും നടത്തി. മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് KS സജി, BJP സംസ്ഥാന കമ്മിറ്റി അംഗം BP സാനു, മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വണ്ണപ്പുറം, BJP പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കുന്നൽ, രാജേഷ്, പ്രസാദ് എന്നിവർ സംസാരിച്ചു. വാർഡ് 5 ശ്രീമതി ഷാലിമ ബിജു, വാർഡ് 8 ശ്രീ
ഗിരീഷ് വി സുരേന്ദ്രൻ. വാർഡ് 9 ശ്രീ പാട്രിക് ജോർജ്. വാർഡ് 10 ശ്രീ വി പി ബോസ്. വാർഡ് 11 ശ്രീ അനീഷ് ഹേസ്. വാർഡ് 13 ശ്രീ വി എം റിനീഷ്. തൊടുപുഴ മുനിസിപ്പാലിറ്റി 29-30 വാർഡിലെ NDA ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. സ്ഥാനാർത്ഥി സംഗമവും നടന്നു. BJP ജില്ലാ പ്രസിഡന്റ് KS സജി, മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വണ്ണപ്പുറം, മുനിസിപ്പൽ പ്രസിഡന്റ് ജിതേഷ് C, PP സാനു, PS രാജേഷ്, ശ്രീവിദ്യ രാജേഷ്, സ്ഥാനാർത്ഥികളായ വത്സ ബോസ്, ശ്രീജിത്ത് മുല്ലശ്ശേരിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. LDF, UDF, NDA 3 കക്ഷികളാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് രംഗത്ത് വീറോടുകൂടി വാശിയോടുകൂടി മത്സര രംഗത്തുള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ NDA വലിയ കാര്യമായി LDFും UDFും പരിഗണിച്ചിരുന്നില്ല. നമുക്കെല്ലാ പഞ്ചായത്തുകളിലും ഒന്നും വലിയ ത്രികോണ മത്സരം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇക്കുറി കേരളത്തിൽ ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ മത്സര രംഗത്തിറക്കാൻ കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. പണ്ട് പാർട്ടി ഗ്രാമങ്ങളിൽ ആരെയും സ്ഥാനാർത്ഥികളായി നിർത്താൻ കോൺഗ്രസ്സിന് ധൈര്യമില്ലായിരുന്നു. പാർട്ടി ഗ്രാമങ്ങളെല്ലാം CPMന് തീരെഴുതി കൊടുക്കുകയായിരുന്നു. യാതൊരു എതിരാളികളുമില്ലാതെ പലയിടത്തും അവർ വിജയിച്ച് എന്ന് സ്വയം പ്രഖ്യാപിക്കുമായിരുന്നു. പക്ഷേ ഇക്കുറി അതല്ല. പാർട്ടിയുടെ ഗ്രാമങ്ങളിൽ, എന്തിന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഗ്രാമമായ ധർമ്മടം പഞ്ചായത്തിൽ പോലും, അവിടെയെല്ലാം കൂത്തുപറമ്പിലും എല്ലായിടത്തും ഇന്ന് സ്ഥാനാർത്ഥികൾ NDAയുടെ ഉണ്ട്. അവരെല്ലാം ഊർജിതമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച് ആവേശപൂർവം ജനമധ്യത്തിൽ വിശ്വാസമാർജിച്ചുകൊണ്ട് NDA വലിയൊരു കുതിച്ചു കയറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF പാലക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ UDF സംസ്ഥാന സെക്രട്ടറി ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ ജോസഫ് വാഴക്കൻ, ജോയി മാളിയേക്കൽ, റോയി ഐസക്, ഫ്രാൻസിസ് ആൻഡ്രൂസ്, TN സുനിൽ, സിബി ജോർജ്, ജെയ്സൺ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KA തോമസ് അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പെൻഷൻ വാങ്ങിയിരുന്ന ആളുകളുടെ എണ്ണം 13 ലക്ഷമാണ് കേരളം മുഴുവൻ. ആ ഗവൺമെന്റ് അധികാരം വിട്ടു പോന്നപ്പോൾ 34 ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തിറങ്ങിപ്പോന്നൊരു ഗവൺമെന്റാണ്. 34 ലക്ഷം. വികലാംഗർ, വിധവകൾ, രോഗി 100 വരെ വെട്ടിയിട്ടുണ്ട് ഒരുപാട്. ഇവിടെ എത്ര വെട്ടിയെന്ന് എനിക്ക് അറിയില്ല. പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നു. ആ പെൻഷന്റെ എണ്ണം 34-ൽ നിന്ന് 25 ലക്ഷത്തിലേക്ക് കുറഞ്ഞു. 9 ലക്ഷം ആളുകളുടെ പേര് വെട്ടിക്കളഞ്ഞു. എന്തിനാണ് വെട്ടിക്കളഞ്ഞ? ആ പെൻഷൻ കൊണ്ട് കുടുംബം കഴിഞ്ഞിരുന്ന ഒട്ടേറെ വീടുകൾ നമ്മുടെ ഗ്രാമങ്ങൾ. ആ സാമൂഹ്യ പെൻഷൻ വെട്ടിക്കളഞ്ഞ നീതന്മാരായ ഇവർക്ക് ഒട്ടുകൊടുക്കാൻ പറ്റുമോ ചോദിക്കണം. പഞ്ചായത്തിന്റെ ഈ കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം അനുവദിച്ച തുകയുടെ 20% തിരിച്ചു പിടിച്ചില്ലേ? 80%, ചിലടത്ത് 25%, 20% തുക തിരിച്ചു പിടിച്ചു. ഇതൊക്കെ സത്യമായ കാര്യങ്ങളല്ലേ? പഞ്ചായത്തിലെ ഭരണമുണ്ട്, അതിന് 20% തിരിച്ചു പിടിച്ചു. ചോദിക്കട്ടെ നമ്മൾ നമ്മുടെ നേതാക്കന്മാർ തമ്മിലോ അവരോ അസ്വാരസ്യമില്ലേ? അതൊക്കെ മാറ്റി. നമ്മുടെ ജീവനുള്ള പോരാട്ടമാണിത്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നാം പോവുകയും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത 5 കൊല്ലം ആരാണ് കേരളം ഭരിക്കേണ്ടതെന്ന് വിധിയെഴുതുവാനുള്ള ആ തെരഞ്ഞെടുപ്പിലേക്ക് നാം പോകുമ്പോൾ അതിന്റെ മുന്നൊരുക്കമായി ആ അനുകൂല സാഹചര്യം മുതലാക്കുവാൻ നമുക്ക് ശ്രമിക്കണം. ഇവിടെ കൗൺസിലർ നിർദ്ദേശ പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കട്ടെ. സ്ഥാനാർത്ഥികൾ അവരുടെ വഴിക്ക് പോകട്ടെ, അവരുടേതായ വഴിയിൽ അവർ പോകട്ടെ. നമുക്കൊരു അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുവാൻ സമയം 1 മണിക്കൂർ ദീർഘിപ്പിച്ചു വോട്ട് ചെയ്യിപ്പിക്കുവാനുള്ള സന്നദ്ധത ജനങ്ങൾക്ക് മനസ്സിലാക്കും. വോട്ട് വാങ്ങാൻ നമ്മൾ തയ്യാറായിട്ട് ആ ഒറ്റ കാര്യം പറയുവാനുണ്ട്. ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പോകണം. ദീർഘമായി രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. നിരവധി പ്രായാധിക്യമുണ്ടെങ്കിൽ പോലും പ്രായാധിക്യമുള്ളവരെ ഞാൻ ഇവിടെ കണ്ടു. എനിക്ക് വളരെ സന്തോഷമാണ്.
സ്ഥാനാർത്ഥികളെ 1 മുതൽ 13 വരെയുള്ള വാർഡ് സ്ഥാനാർത്ഥികളെ പേര് ഞാൻ പറയുന്നില്ലെങ്കിലും മിക്ക ആളുകളെ അനുഭവസമ്പത്തുള്ളൂ, കുടുംബങ്ങൾ വളർത്തുന്നു. ആർക്കാ ഒരു ട്രാജഡി? ഈ പാലക്കാട് പഞ്ചായത്ത് നമ്മൾ ഭാഗ്യനിലവരെയൊന്നുമല്ല, UDF മുൻതൂക്കമുള്ള ഒരു പഞ്ചായത്ത്. ചില ആളുകളുടെ പഞ്ചായത്തുണ്ട്, ആ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആളുകൾ പോലും അവർ വോട്ട് ചെയ്യില്ല. സ്നേഹഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കമിട്ടു. തൊടുപുഴ ന്യൂമാൻ കോളേജും കോതമംഗലം രൂപത ലേബർ മൂവ്മെന്റും കോളേജിലെ NCC യൂണിറ്റുമാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത്. സഹജീവികൾക്ക് കാരുണ്യസ്പർശമായി തൊടുപുഴ ന്യൂമാൻ കോളേജും കോതമംഗലം രൂപത മലബാർ മൂവ്മെന്റും കൈകോർത്തു. ന്യൂമാൻ കോളേജിലെ NCCയുടെ നേതൃത്വത്തിലുള്ള 2ാമത്തെ ഭവന നിർമ്മാണ പദ്ധതിയാണിത്. ഷെയർ എ ബീഡ് ഹോം ഫോർ ഹോംലെസ് എന്ന നാമകരണം ചെയ്തിട്ടുള്ള ഈ പദ്ധതിക്ക് കീഴിൽ കഴിഞ്ഞ വർഷവും വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. കാരുണ്യമേറിയ ഇത്തരം സംരംഭങ്ങൾ ഭാവിയിലും തുടരണമെന്ന് കേരള ലേബർ മൂവ്മെന്റ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ വലിയതാഴത്ത് അനുഗ്രഹ പ്രഭാഷണത്തിൽ അറിയിച്ചു. ന്യൂമാൻ കോളേജിലെ ഊർജ്ജതന്ത്ര വിഭാഗം റിട്ടയർ അധ്യാപിക പ്രൊഫസർ മേരിക്കുട്ടി ജോൺ പദ്ധതിയിലേക്ക് 3 ലക്ഷം രൂപ സംഭാവന ചെയ്തു. കേഡറ്റുകളിൽ അന്തലീനമായ നന്മയുടെ കണികകൾ പുറത്തെടുക്കുവാനും അതുവഴി അവരെ കുടുംബത്തിന്റെയും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന വ്യക്തിത്വങ്ങളാക്കി മാറ്റുകയുമാണ് NCCയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും മനുഷ്യസ്നേഹിയായ ദൈവിക പ്രവൃത്തിയാണ് കേഡറ്റുകൾ ഏറ്റെടുത്തിരിക്കുന്നതെന്നും ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത NCC കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ NV സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന് എന്തും ചെയ്യാൻ തയ്യാറുള്ള മനസ്സുള്ള ഒരു പൗരനെ നിർമ്മിക്കുകയാണ് NCCയുടെ ലക്ഷ്യം. ദി ഗ്രേറ്റസ്റ്റ് സാക്രിഫൈസ് വൺ ക്യാൻ ഡു ഫോർ ദ നേഷൻ ഹോംലാൻഡ് ഈസ് സാക്രിഫൈസിങ് വൺസ് ഓർ ലൈഫ്. അതാണ് മിലിറ്ററി വാല്യൂസ്. ഒരു മനസ്സ് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ സ്വന്തം ജീവൻ പോലും പണയം വയ്ക്കുന്ന ആൾക്കാരാണ് മിലിറ്ററി, the men and women of the military. So we should always remember the great sacrifice that they make every day and night in protecting us. അവരുടെ ത്യാഗം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് സന്തോഷിക്കുകയും ആടുകയും ചാടുകയും പാടുകയും ആഹാരം കഴിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. So we should always we should never forget the sacrifices they make for us. ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന NCCക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ന്യൂമൻ കോളേജിന് എല്ലാ നന്മകൾ നേർന്നുകൊണ്ട്, ടീച്ചർക്കും എല്ലാ നന്മകൾ നേർന്നുകൊണ്ട്, കേരള ലേബർ മൂവ്മെൻറ്റിനും എല്ലാ നന്മകൾ നേർന്നുകൊണ്ടും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കും ഒരു പ്രേരണ ആവട്ടെ. ലെറ്റ് us all be inspired by these good deeds. That's what is important. നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ കാര്യം ചെയ്യുന്നത് ആണ് അത് കാരണം പ്രേരണ കൊള്ളുന്ന പല ആൾക്കാരും കാണും സമൂഹത്തിൽ. So that is a big achievement, to get inspiration from the good work that one does. That is more important than the good work itself. കോളേജിന് സമൂഹത്തിന്റെ ഉറച്ച പിന്തുണയോടുകൂടി ഇത്തരം സംരംഭങ്ങൾ കോളേജിന്റെ പ്രവർത്തനങ്ങൾക്ക് മികവേറുന്നു എന്ന് യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ച പ്രിൻസിപ്പൽ ഡോക്ടർ തോമസൻ ജോസഫ് അറിയിച്ചു. യോഗത്തിൽ കോളേജ് ബർസർ ഫാദർ പോൾ കാരക്കുമ്പിൽ, ശ്രീ അനൂപ് കുമാർ, ജോബി സെബാസ്റ്റ്യൻ, അണ്ടർ ഓഫീസർ എബിൻ ജോഷി എന്നിവർ പ്രസംഗിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സീനിയർ അണ്ടർ ഓഫീസർ ആൽബിൻ ബെന്നി, അണ്ടർ ഓഫീസർ ലിൻസി മാത്യു, അൽഫോൺസ് തങ്കച്ചൻ, നോയൽ സണ്ണി, അനില അനിൽകുമാർ, സൽമാൻ ഹാരിസ്, ബിയോൺ ബെന്നി, ബിനു ഡോമിനി, അഞ്ജന കൃഷ്ണ, കാർത്തി ദാസ്, അഞ്ജു സജീവ് എന്നിവർ നേതൃത്വം നൽകി. കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ NDA സ്ഥാനാർത്ഥിയായി KK വിജയൻ മത്സരിക്കുന്നു. വാർഡിലെ എല്ലാവരും അറിയുന്ന വിജയൻ നല്ലൊരു കർഷകനും അതോടൊപ്പം മാധ്യമപ്രവർത്തകനുമാണ്. മോതിരം അടയാളത്തിൽ വോട്ട് ചോദിച്ച് തന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച വിജയൻ പ്രചാരണം തുടരുകയാണ്. ഇരു മുന്നണികളും ഭരിച്ചിട്ടും നാടിന് പുരോഗതി ഉണ്ടായില്ലെന്നാണ് വിജയൻ പറയുന്നത്. തന്നെ വിജയിപ്പിച്ചാൽ കേന്ദ്ര സഹായം ഉൾപ്പെടെ നാട്ടിലെത്തിച്ച് നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന വാഗ്ദാനമാണ് വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത്. 1-ാം വാർഡിലെ NDA സ്ഥാനാർത്ഥിയായ ഞാൻ വിജയൻ KK മോതിരമടയാളത്തിൽ വോട്ട് ചോദിച്ച് പാടത്ത് കൃഷി ചെയ്യുന്ന ഈ നാട്ടിലെ വോട്ടർമാരുടെ അടുത്തേക്ക് പോവുകയാണ്. എല്ലാവരും എന്നെ അനുഗ്രഹിച്ച് വോട്ട് ചെയ്ത് ഈ നാട്ടിലെ നന്മയ്ക്ക് വേണ്ടി മാത്രം അനുഗ്രഹിച്ചാലും ഉറച്ച വിശ്വാസത്തോടെ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ്. ചേച്ചി, 1-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് എളിയവനായ ഞാൻ.
എനിക്കൊരു വോട്ട് തരില്ലേ ചേട്ടാ? വീട്ടിൽ കാണാത്തോണ്ട് കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങിയതാ. അനുഗ്രഹിക്കണം കേട്ടോ. അനുഗ്രഹിച്ചാൽ എന്നേതായ എല്ലാ നല്ല കാര്യങ്ങളും ഈ നാടിനു വേണ്ടി ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ജില്ലാ പഞ്ചായത്ത് കരിമണ്ണൂർ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കരാട്ടേക്കാരിയായ റിനു ജെഫിനാണ്. റിനുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ കരിമണ്ണൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന UDFിലെ കരുത്തനായ സ്ഥാനാർത്ഥിക്കെതിരെ ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത് കരാട്ടക്കാരിയായ റീനുവിലേക്ക്. ഇടുക്കി കരിമണ്ണൂർ ഡിവിഷനിൽ ഇടതു സ്ഥാനാർത്ഥിയാണ് ഈ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയ റീനു. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ റീനു അതേ ഊർജത്തോടെ എതിരാളികൾക്കെതിരെ ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞു. നമസ്കാരം. ഡിസംബർ 8-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കരിമണ്ണൂർ ഡിവിഷനിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. നാടിന്റെ നന്മയ്ക്കും വികസനത്തിനുമായി സമാധാനമായ ജീവിതത്തിനു വേണ്ടി എൻ്റെ പ്രവർത്തനങ്ങൾ തികഞ്ഞ പ്രതിബദ്ധതയോടുകൂടി ഞാൻ പൂർത്തിയാക്കുമെന്ന് എല്ലാവർക്കും ഞാൻ ഉറപ്പു നൽകുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സഹായ സഹകരണങ്ങളും എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആയുർവേദ ഡോക്ടറായി സതീഷ് വാര്യർ തയ്യാറാക്കിയ കോമഡി സ്കിറ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ഡോക്ടറും മാതാവുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. എത്ര നേരം ഒരു വീടിൻ്റെ മുമ്പിൽ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ഒരു വോട്ട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് വല്ല ഫോണിൽ വിളിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഈ രാജ്യം വോട്ട് ചോദിക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ആളെ ചുറ്റിക്കാനായിട്ട് വേറെ പണി. പിന്നെ അങ്ങനെ ഓരോരുത്തരും വീട്ടിൽ ചെന്ന് അവരെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കണം. എൻ്റെ പൊന്നമ്മ, ഇതെല്ലാം കഴിഞ്ഞ് നേരിട്ട് വോട്ട് ചോദിച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് ഒരു രാഷ്ട്രീയക്കാരെ തെറിയും പറയും. ഞാൻ എന്തായാലും ജയിക്കും. പിന്നെ എന്തിനു ഈ ആൾക്കാരുടെ പുറകെ നടക്കേണ്ട കാര്യം? രാഷ്ട്രീയമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കും. അതിരിക്കും വേറെ പണിയില്ല ആളെ ചുറ്റിക്കാനായിട്ട്. അതെ, എൻ്റെ മോൻ ഇലക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ വോട്ട് ചെയ്ത് നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും വോട്ട് ചെയ്ത് അവനെ ജയിക്കണം കേട്ടോ. ചേച്ചി, നമ്മുടെ ചിഹ്നം മറക്കരുത്, ഈർക്കലി കേട്ടോ. ഓക്കെ, താങ്ക് യു. മോനെ, എൻ്റെ മോനെ ഇലക്ഷനൊക്കെ ഉണ്ട്. വോട്ട് ചെയ്ത് അവനെ ജയിപ്പിക്കണം കേട്ടോ. ചേട്ടാ, നമ്മുടെ ചിഹ്നം മറക്കരുത്, ഈർക്കലിയാണ്. ചേട്ടൻ്റെ കാലിലെ പിടിച്ച് ചെളിയൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ, എന്താ പറ്റി? കൃഷി ഇറക്കാൻ പോയതാ, അപ്പൊ കാലിൽ ചെളിയൊക്കെ ഉണ്ടാവും. എൻ്റെ പൊന്നേട്ടാ, ചേട്ടൻ എന്നെ ജയിപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ ചേട്ടൻ്റെ കംപ്ലീറ്റ് പാടവും നമ്മൾ ടൈലിട്ട് തരും, മനസ്സിലായോ? പിന്നെ ചേട്ടന് ചെളി പറ്റാണ്ട് സുഖമായിട്ട് കൃഷി ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്റെ പൊന്നു ചേച്ചി, ഇതുപോലെ ഉള്ളവങ്ങൾക്ക് നോട്ട് ചെയ്തേക്കല്ലേ. നമുക്ക് ആകെ ഒരു ഓട്ടുള്ള അത് നോട്ട് ചെയ്താൽ നമുക്ക് കൊള്ളാം.
യുവത്വത്തിന്റെ പ്രസരിപ്പും ആവേശവും വാർഡിലെ ജനനന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുമെന്ന വാഗ്ദാനവുമായി തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 34-ാം വാർഡിൽ നിന്നും സ്വതന്ത്രനായി മത്സരിക്കുകയാണ് ജെറിമോൻ കൊട്ടാരം. റിവർ വ്യൂ വാർഡിലെ റോഡ് പണികൾ പൂർത്തിയാക്കുന്നതിനൊപ്പം വാർഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച് 34-ാം വാർഡിനെ മുനിസിപ്പാലിറ്റിയിലെ മാതൃകാ വാർഡാക്കിയാണ് ലക്ഷ്യമെന്നും ജെറി പറയുന്നു. യുവത്വത്തിന്റെ പ്രസരിപ്പും ആവേശവും വാർഡിലെ ജനനന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുമെന്ന വാഗ്ദാനവുമായി തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 34-ാം വാർഡിൽ നിന്നും സ്വതന്ത്രനായി മത്സരിക്കുകയാണ് ജെറിമോൻ കൊട്ടാരം. റിവർവ്യൂ വാർഡിലെ റോഡ് പണികൾ പൂർത്തിയാക്കുന്നതിനൊപ്പം വാർഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച് 34-ാം വാർഡിനെ മുനിസിപ്പാലിറ്റിയിലെ മാതൃകാ വാർഡാക്കുകയാണ് ലക്ഷ്യമെന്ന് ജെറി പറയുന്നു. അവസരവാദ രാഷ്ട്രീയത്തിനും അധികാര പിടിവലിക്കെതിരെ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ചെറിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റി 34-ാം വാർഡിൽ നിന്നും ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തൊടുപുഴ റിവർവ്യൂ റോഡിൻ്റെ പണികൾ പുരോഗമിക്കുന്ന ഈ സാഹചര്യത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നടപ്പിലാക്കുവാൻ സാധിക്കും എന്നതോടൊപ്പം 34-ാം വാർഡ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ തന്നെ ഒരു മാതൃകാ വാർഡാക്കി മാറ്റുക എന്ന ഒരു ലക്ഷ്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഒരു യുവാവ് എന്ന ഒരു പരിഗണന നൽകിയും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ യുവത്വത്തിൻ്റെ പ്രസരിപ്പും ആർജവവും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെ പുരോഗതിക്കും ക്ഷേമത്തിനുമായി ഞാൻ വിനിയോഗിക്കുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു. യൂണിവേഴ്സിറ്റി ജില്ലാ തലങ്ങളിൽ ക്രിക്കറ്റിൽ നിരവധി തവണ നാടിന്റെ അഭിമാനമുയർത്തിയ ആളാണ് ജെറി. തൊടുപുഴയിൽ ജനിച്ചു വളർന്ന ജെറി ഒരു സ്പോർട്സ്മാൻ എന്നതിലുപരി ഒരു മികച്ച സംഘാടകനും പ്രാസംഗികനും കൂടിയാണ്. ധാരാളം സൗഹൃദത്തിനുടമയായ ജെറി അതിനു കോട്ടം തട്ടാതെ കാത്തു സൂക്ഷിക്കുന്നതിനും പ്രാധാന്യം കൊടുക്കുന്നു. ഈ സൗഹൃദങ്ങൾ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ജെറി. തന്റെ സുഹൃത്തുക്കളാണ് തന്റെ ശക്തിയെന്ന് ജെറി തുറന്നു പറയുന്നു. അവസരവാദ രാഷ്ട്രീയവും അധികാര പിടിവലിയും കണ്ടു മടുത്ത ജനങ്ങൾ തന്നെ വിജയിപ്പിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും ജെറി പറയുന്നു. നാടിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ എപ്പോഴും ഏതു സമയത്തും താൻ ജനങ്ങളോടൊപ്പം മുൻപന്തിയിൽ തന്നെ കാണുമെന്നും ജെറി പറയുന്നു. ജാതിമത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി താൻ പ്രവർത്തിക്കുമെന്നും വാർഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതോടൊപ്പം 34-ാം വാർഡിനെ മുനിസിപ്പാലിറ്റിയിലെ മാതൃകാ വാർഡാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ജെറി പറയുന്നു. ഇതിനായി 8-ാം തീയതി തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന തന്നെ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും ജെറിമോൻ കൊട്ടാരം പറഞ്ഞു. LDF മരിയാപുരം മേഖലാ കൺവെൻഷൻ നാരകക്കാനത്ത് നടന്നു. NCP വർക്കിംഗ് കമ്മിറ്റി അംഗം മാണി സി കാപ്പൻ MLA പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരും UDFും സംസ്ഥാന സർക്കാരിനെ മോശമാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം ഇത്തരം പ്രചാരണങ്ങൾക്കുള്ള മറുപടിയാണെന്ന് മാണി സി കാപ്പൻ MLA പറഞ്ഞു. LDFിന്റെ തെരഞ്ഞെടുപ്പ് മേഖലാ യോഗം ഉദ്ഘാടനം ചെയ്ത് നാരകക്കാനത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അനിവാര്യമായ ഒരു വിജയം ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നുണ്ടാണ്. ഈ ഗവൺമെന്റ് കഴിഞ്ഞ 4.5 വർഷമായി വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത് എന്നിവല്ല ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ശക്തമായ നല്ല പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ച ഗവൺമെന്റുകളിൽ എല്ലാ ഗവൺമെന്റുകളെയും വെച്ച് കണക്കൂട്ടുക ഒന്നാമത്തെ ഗവൺമെന്റാണ് എന്ന് തന്നെ പറയാം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മരിയാപുരം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ആലീസ് വർഗീസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമായിരുന്നു മാണി സി കാപ്പൻ നാരകക്കാനത്ത് എത്തിയത്. NCP ജില്ലാ പ്രസിഡന്റ് അനിൽ കൂവപ്ലാക്കന്റെ വസതിയിൽ വെച്ച് നടന്ന യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് PJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പൈനാവ് ഡിവിഷൻ സ്ഥാനാർത്ഥിയായ KG സത്യൻ, NCP ജില്ലാ പ്രസിഡന്റ് അനിൽ കൂവപ്ലാക്കൽ, ഡിറ്റാച്ച് ജോസഫ്, NCP സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സിനോജ് വള്ളാടി, ബാബു TS, ടോമി ഇളംതുരുത്തി, റെജി പൊരുന്നക്കോട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. അഴിമതിക്കെതിരെ വോട്ടഭ്യർത്ഥിച്ച് NDA സ്ഥാനാർത്ഥി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പൈനാവ് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സുരേഷ് മീനത്തേരിയിൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ്. മാറിവന്ന ഭരണകൂടങ്ങൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചപ്പോൾ വികസനം മുരടിപ്പിലായി. ഈ സാഹചര്യത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വിധിയെഴുതുമെന്ന വിശ്വാസത്തിലാണ് സുരേഷ് മീനത്തേരിൽ. കൂടുതൽ കേന്ദ്ര പദ്ധതികൾ മണ്ഡലത്തിൽ എത്തിച്ച ജില്ലാ ആസ്ഥാന വികസനം സാധ്യമാക്കുമെന്നും അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും സുരേഷ് പറഞ്ഞു. വാഴത്തോപ്പ് പഞ്ചായത്തിലെ അഴിമതികൾക്കെതിരെ ശക്തമായ സമരങ്ങളാണ് സുരേഷിന്റെ നേതൃത്വത്തിൽ നടന്നത്. ഇത്തവണ ഇതേ അഴിമതി ഇടതു വലതു പക്ഷങ്ങളെ താഴെ ഇറക്കുമെന്നും NDA പ്രവർത്തകർ വിശ്വസിക്കുന്നു. നമുക്ക് അറിയാം, കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇരു മുന്നണികളും ഭരിച്ച് അഴിമതിയുടെ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമൊക്കെ. ഇതിന് വികസനമെന്ന ഒരു കാര്യവും നമ്മുടെ ഈ ജില്ലാ ആസ്ഥാന പട്ടണമായ ഈ ബ്ലോക്ക് ഡിവിഷനിൽ ഉണ്ടായിട്ടില്ല.
അതുപോലെ തന്നെ പഞ്ചായത്തിലും മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിലും ഒരു വികസനങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമുക്കൊരു ബസ് സ്റ്റാൻഡോ ഒരു കമ്പോർട്ട് സ്റ്റേഷനോ ഒന്നും ഈ ജില്ലാ ആസ്ഥാന പട്ടണങ്ങൾ ഉൾപ്പെട്ട ചെറുതോണിയിലോ അതോ ഇടുക്കിയിലോ ഇല്ലെങ്കിൽ പൈനാവ് ഇങ്ങനെ പ്രധാനപ്പെട്ട 3 ടൗണുകൾ ഉൾപ്പെടുന്ന ഈ ഡിവിഷനിൽ ഒരു കാര്യങ്ങളും പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ചെയ്തിട്ടില്ല. അഴിമതിക്കെതിരെയുള്ള ഈ പ്രവർത്തനം മുന്നോട്ട് പോകും. വരും കാലങ്ങളിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിൻ്റെ വികസനത്തിന് കേന്ദ്ര പദ്ധതികൾ തന്നെ ജില്ലാ ആസ്ഥാന പട്ടണം ഉൾപ്പെടെയുള്ള ഇപ്പോൾ തന്നെ പാലം ഇവിടെ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ജില്ലാ ആസ്ഥാന പട്ടണം എന്ന നിലയ്ക്ക് ഈ പൈനാവ് ഡിവിഷന് വേണ്ടിയിട്ട് നല്ലൊരു പ്രവർത്തനം കേന്ദ്ര പദ്ധതികൾ തന്നെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും. BJP ഇടുക്കി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് സുരേഷ് മീനത്തേരിൽ. വഴിയും വെള്ളവും വെളിച്ചവും എത്താത്ത ആദിവാസി മേഖലയിലൂടെ വോട്ട് തേടി സ്ഥാനാർത്ഥി. കഴിഞ്ഞ 70 വർഷമായി ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന മേഖലയിൽ ഫ്രണ്ട് വീൽ ജീപ്പുകൾ മാത്രമാണ് സർവീസ് നടത്തുകയുള്ളൂ. ഈ വഴികളിൽ ജീപ്പിൽ സഞ്ചരിച്ചാണ് സ്ഥാനാർത്ഥി വോട്ട് തേടുന്നത്. വാഴത്തോപ്പ് പഞ്ചായത്തിലെ 14-ാം വാർഡായ പെരുങ്കാലയിൽ യാത്രായോഗ്യമായ ഒരു റോഡില്ല. ഇതുമൂലം ഫ്രണ്ട് ഗിയർ ഉള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കൂ. ഇതേ വാർഡിൽ 2ാം വട്ടം ജനവിധി തേടുകയാണ് BJPയുടെ സ്ഥാനാർത്ഥി മഞ്ജു അനിൽ. കഴിഞ്ഞ തവണ നിസ്സാര വോട്ടുകൾക്കാണ് മഞ്ജു ഈ വാർഡിൽ പരാജയപ്പെട്ടത്. ഇത്തവണ മഞ്ജു വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്ന വീടുകളിൽ നിന്നും വോട്ടർമാരുടെ അഭ്യർത്ഥന ഇതാണ്: തങ്ങൾക്ക് യാത്രായോഗ്യമായ ഒരു റോഡ് നിർമ്മിച്ചു തരുവാൻ സാധിക്കുമോ? UDFും LDFും മാറി മാറി അധികാരത്തിൽ വന്ന വാഴത്തോപ്പ് പഞ്ചായത്തിൽ 14-ാം വാർഡിൽ നിന്നും ഇരു മുന്നണികളെയും സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. എന്നാൽ ഏറെ വർഷങ്ങളായി അതിപ്രധാനമായ ഈ റോഡ് ടാർ ചെയ്യുന്നതിന് യാതൊരു നടപടിയും ഇവിടെ നിന്ന് ജയിച്ച ജനപ്രതിനിധികൾ ചെയ്തിരുന്നില്ല. ഈ സാഹചര്യത്തിൽ താൻ വിജയിച്ചാൽ റോഡും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് മഞ്ജു പറയുന്നു. ഏറ്റവും ആവശ്യമായ റോഡ്, കുടിവെള്ളം, ഇതെല്ലാം ഇതുവരെയും മാറി മാറി വന്ന ഭരണസമിതികൾ ഇതുവരെയും അവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനും ഈ പ്രദേശവാസി തന്നെയാണ്. അപ്പം എന്നിൽ അധിഷ്ഠിതമായ ഒരു കടമ എന്ന് പറയുന്നത് ഈ പ്രദേശത്തിന്റെ വികസനമായ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഈ റോഡിന്റെ വികസനം തന്നെയാണ്. ഞാനും ഈ റോഡിന്റെ ഒരു അവസ്ഥ വെച്ച് ഞാനും ഇതിന്റെ ദുരിതം അനുഭവിക്കുന്ന ആളാണ്. ഏത് രീതിയിലുള്ള ഫണ്ടുകളും ഇവിടെ കൊണ്ടുവന്ന് കേന്ദ്ര ഫണ്ടുകളായിട്ടോ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള ഫണ്ടുകൾ നമുക്ക് ഇവിടെ എത്തിക്കാൻ, ട്രൈബൽ ഏരിയയാണിത്. ഈ ട്രൈബൽ ഏരിയയിലേക്ക് പലവിധമായ ഫണ്ടുകളും പലവിധമായ പദ്ധതികളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ടുവരാൻ ശ്രമിക്കാതെ ഈ നാടിന്റെ വികസനമല്ല ഭരണസമിതികളുടെ വികസനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതുകൊണ്ട് എല്ലാവരും ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വാഴത്തോപ്പ് പഞ്ചായത്തിൽ മുന്നണികൾ ഇഞ്ചോടിഞ്ച് പോരാടുന്ന വാർഡ് കൂടിയാണ് 14-ാം വാർഡ് ഉൾപ്പെടുന്ന പെരുങ്കാല. വാർഡിലെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി രമ്യയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം. ആദിവാസി മേഖലയായ വട്ടമേടിലെ പ്രശ്നങ്ങൾ എടുത്തുകാട്ടിയാണ് രമ്യ ജയചന്ദ്രൻ മത്സര രംഗത്തുള്ളത്. 50% ആദിവാസികളായ ആളുകളാണ് മണിയാറൻകുടി വട്ടമേടിലുള്ളത്. വാഴത്തോപ്പ് പഞ്ചായത്തിൽ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന മണിയാറൻകുടി വികസന കിതപ്പിലാണ്. നിരവധി കുടുംബങ്ങൾക്ക് ശൗചാലയം പോലുമില്ല. കുടിവെള്ളക്ഷാമം ഏറ്റവും അധികം അനുഭവപ്പെടുന്ന മേഖല കൂടിയാണ് മണിയാറൻകുടി. ഈ ആവശ്യങ്ങൾ പരിഹരിക്കാമെന്ന വിശ്വാസത്തിലാണ് രമ്യ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇതേവരെ ആയിട്ടില്ല. ആദിവാസി കോളനിയാണ്. കോളനിക്ക് അകത്തും പുറത്തും ഇതേവരെ സൗകര്യങ്ങളില്ലാത്ത ഒരുപാട് വീടുകൾ, ഉപയോഗശൂന്യമായിട്ടുള്ള ബാത്റൂമുകളുമാണ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ നല്ല രീതിയിലുള്ള വീടുകൾ അപ്പടി കേടുപാടും ഒക്കെ സംഭവിച്ച വീടുകളാണ്. ഭരണം മാറി മാറി വന്നിട്ട് ഇതേവരെ ഈ സാഹചര്യത്തിന് ഒരു മാറ്റം ഉണ്ടാകാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ നയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനൊരു മാറ്റം വേണമെന്നുള്ള സാഹചര്യത്തിലാണ് ഞാനും ഈ കോളനിയിൽ ജനിച്ചു വളർന്ന ആളാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ടാങ്കറിലാണ് ഇവിടെ കൊണ്ട് വേനലായി കഴിയുമ്പോഴത്തേക്കും വെള്ളം കൊണ്ടു കൊടുക്കുന്നത്. അവരാവശ്യപ്പെട്ടേക്കണ മെയിൻ ഒരു കാര്യമാണ് കുടിവെള്ള പദ്ധതി. വെള്ളം കൊണ്ട് എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്നോട് മെയിനായിട്ട് അവരാവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം. അതെന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. NDAയുടെ സ്ഥാനാർത്ഥിയായാണ് രമ്യ മത്സര രംഗത്തുള്ളത്. വെളിയുടെ വിസർജന മുക്തമായ പഞ്ചായത്ത് എന്ന പേരിൽ സർട്ടിഫിക്കറ്റ് നേടിയ വാഴത്തോപ്പ് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിരവധി ഭവനങ്ങൾക്ക് ഇനിയും ശൗചാലയങ്ങളായിട്ടില്ല. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാവും എന്ന വിശ്വാസത്തിലാണ് BJP സ്ഥാനാർത്ഥിയായ രമ്യ ജയചന്ദ്രൻ. ഇടുക്കിയിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. പ്രവർത്തകർക്ക് പ്രാദേശിക വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നിലപാട് സ്വീകരിക്കാമെന്ന് സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കൽ പറഞ്ഞു. ഭൂമി പ്രശ്നങ്ങളും പട്ടയ വിഷയവും ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുമെന്നും ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കൽ കൂട്ടിച്ചേർത്തു.
ഇടുക്കിയിലെ മലയോര ജനതയുടെ പട്ടയമെന്ന ആവശ്യമുന്നയിച്ച് രൂപം കൊണ്ട ഹൈറേഞ്ച് സംരക്ഷണ സമിതി മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർക്കും അനുകൂലമായോ പ്രതികൂലവുമായോ നിലപാട് സ്വീകരിക്കേണ്ടെന്നാണ് തീരുമാനം. എന്നാൽ പ്രവർത്തകർക്ക് പ്രാദേശിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കാമെന്ന് സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കൽ വ്യക്തമാക്കി. എന്നാൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ സമിതി പ്രത്യേകമായ നിലപാടൊന്നും എടുക്കുന്നില്ല. സമിതിയുടെ പ്രവർത്തകർ അതത് പ്രദേശങ്ങളിൽ വിവേകപൂർവ്വം അവരുടെ വോട്ടവകാശം വിനിയോഗിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അപ്രകാരമുള്ള തീരുമാനമാണ് പൊതുവെ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഗൗരവമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ വളരെ സജീവമായി തന്നെ ഞങ്ങൾ രംഗത്ത് ഉണ്ടാകും. അതേസമയം ഭൂപ്രശ്നങ്ങളും പട്ടയവിഷയവുമായി സമിതി മുന്നോട്ടു പോകുമെന്നും ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കൽ പറഞ്ഞു. തീർച്ചയായിട്ടും പട്ടയവും അതുപോലെ തന്നെ ഭൂപ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് മൂന്നാറിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലെടുത്ത് നിർമ്മാണ നിരോധനവുമൊക്കെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടും. അത് ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായിരിക്കണം ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന്. മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇത്തവണയും നിഷ്പക്ഷ നിലപാടിൽ നിശബ്ദമാണ്. എന്നാൽ പ്രാദേശിക പ്രവർത്തകർ ആർക്കൊപ്പം നിൽക്കുമെന്ന ചോദ്യവും പ്രസക്തമാണ്. പിതാവ് കമ്മ്യൂണിസ്റ്റ്, അമ്മ കോൺഗ്രസ്, മകൾ NDA സ്ഥാനാർത്ഥി. മൂന്നാർ നെറ്റിക്കുടി ഗുഡാർവിള എസ്റ്റേറ്റിൽ 14-ാം വാർഡിലാണ് രാഷ്ട്രീയ ഐക്യമുള്ള കുടുംബത്തിൽ നിന്ന് 22-കാരിയായ അനുപ്രിയ ഇത്തവണ ജനവിധി നേടുന്നത്. മൂന്നാറിലെ വിവിധ എസ്റ്റേറ്റുകളിൽ NDAക്ക് ഇത്തവണ സ്ഥാനാർത്ഥിയുണ്ട്. ഇടതുമുന്നണിയിലും കോൺഗ്രസിലും വർഷങ്ങളായി നിൽക്കുന്നവരല്ല, മറിച്ച് അവരുടെ കുടുംബത്തിലെ യുവതലമുറയാണ് സ്ഥാനാർത്ഥികളിൽ ഏറെയും. ഇത്തരം സ്ഥാനാർത്ഥിയാണ് നെറ്റിക്കുടി ഡിവിഷനിലെ അനുപ്രിയ. തോട്ടം മേഖലയിലെ നെറ്റിക്കുടി ഗൂഡാർവിള എസ്റ്റേറ്റിൽ 14-ാം വാർഡിലാണ് യുവതി മത്സരിക്കുന്നത്. ആശയപരമായ എതിർപ്പുകൾക്കിടയിലും മകളുടെ ആഗ്രഹത്തിനായി വോട്ട് ചോദിക്കുകയാണ് അച്ഛനും. மகளோட ஒரு விருப்பம் வந்து ஏதாவது இந்த சமூகத்துக்கு நல்லதை செய்யணுன்ற ஒரு விருப்பம். அதனால் அவள் ஒரு முடிவு எடுத்து அந்த பிஜேபின்ற ஒரு இதில் இறங்கி நின்ட்டா. இது தேவிகுளம் கிராம பஞ்சாயத்து 14-ாம் வார்டில் கிராம பஞ்சாயத்து மெம்பராக போட்டி போடுறாங்க. அவங்களுக்கு இந்த மக்கள் எல்லாம் கண்டிப்பாக சப்போர்ட் பண்ணுவாங்கன்ற நம்பிக்கை எனக்கு இருக்குது. அப்படி வர்ற பட்சத்தில் மகள் ஒரு மெம்பராக வர்ற பட்சத்தில் இந்த நிறைய குறைபாடுகள் இங்கே இருந்தால் கூட அதில் ஒவ்வொன்றா சரி பண்ணுறதுக்கான எல்லா முயற்சிகளும் கட்டாயமாக நானும் ஒரு தந்தை என்ற நிலையில் அவள் கூட இருந்து சப்போர்ட் பண்ணுவேன்ற இதை நான் இதை ஒரு உறுதிமுறையை எடுத்துக்கிட்டு இந்த மக்கள்கிட்ட ஒரு வாய்ப்பு, ஒரு தாமரை சின்னத்துக்கு ஓட்டு போட்டு என் மகளை வெற்றிபடியாக செய்ய வேண்டும் என்று ஒரு தாழ்மையோடு இதை முடியும். വിജയിച്ചാൽ രാഷ്ട്രീയത്തിന് അതീതമായ വികസനങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് നടപ്പിലാക്കുമെന്ന് അനുപ്രിയ പറയുന്നു. என்னோட பேர் அனுப்ரியா. எல்லாருக்கும் நமஸ்காரம். நான் என்னோட வயசு 22. நான் 14ஆம் வார்டில் பிஜேபி கேண்டிடேட்டாக இங்கே நான் நிற்கிறேன். பஞ்சாயத்து மெம்பர் உள்ள அந்த பொசிஷனுக்கு நான் நிற்கிறேன். என்னோட எண்ணம் எல்லாம் இங்கே ஒரு நல்ல ஒரு ஹாஸ்பிட்டல், மூணாரில் ஒரு நல்ல ஹாஸ்பிட்டல் உண்டாக்கணும். என்னோட சின்ன வயசுலேருந்து ஒரு கனவு. இங்கே உள்ள எல்லாருக்கும், இப்போ உள்ள ஜென்ரேஷன் எல்லாருக்கும் ஒரு நல்ல படிப்பு, ஒரு நல்ல எஜுகேஷன் கொடுக்கணுன்றது என்னோட சின்ன வயசுலேருந்து இந்த கனவு. இந்த கனவை நான் நிறைவேற்றணும்னா எனக்கு இங்கே பொலிட்டிக்ஸ் ரீதியாக போகணும் அப்படின்னு ஒரு எண்ணம் இருந்தது. அதுக்கு நான் பிஜேபின்ற இந்த இதை நான் எனக்கு இந்த சான்ஸை நான் ஏற்றுக்கிட்டேன். இப்போ ஒரு கேண்டிடேட்டாக இங்கே நிற்கிறேன். മാതാപിതാക്കളായ മുരുകയ്യ, ലക്ഷ്മി ദമ്പതികൾ മകളുടെ ആഗ്രഹത്തിന് എതിരല്ല. പലവിധ എതിർപ്പുകളുണ്ടെങ്കിലും ജനനന്മയ്ക്കായി മകളുടെ വിജയം ഇരുവരും ആഗ്രഹിക്കുന്നുണ്ട്. പോലീസ് ക്യാൻറ്റീനുകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് വിവാദമാകുന്നു. ക്യാൻറ്റീനുകൾ പോലീസുകാർക്ക് മാത്രമാക്കിയാണ് ഇടുക്കി SP കറുപ്പസ്വാമി ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതോടെ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഭക്ഷണ സാധനങ്ങൾ സാധാരണക്കാർക്ക് ഇനി മുതൽ ലഭ്യമാകില്ല. പോലീസ് ക്യാൻറ്റീനുകളിൽ നിബന്ധന വന്നതോടെ നിരവധി തൊഴിലാളികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഞാൻ അടിമാലി പോലീസ് ക്യാനിലെ കുക്കാണ്. 7 വർഷമായിട്ട് ഈ കുക്കിംഗ് ഇവിടെ നമ്മൾ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് പെട്ടെന്ന് ഇത് അടച്ചുപൂട്ടി പോലീസുകാർക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്നൊരു ഉത്തരവാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ 22 കുടുംബങ്ങളാണ് ഇവിടെ സ്റ്റാഫുകളാണ് പണിയെടുക്കുന്നത്. 22 കുടുംബങ്ങളാണ് ഇതിന് ജീവിച്ചു പോകുന്നത്. അതുപോലെ നല്ല ഫുഡും നല്ല രീതിയിലുള്ള മറ്റുള്ള കാര്യം വില കുറച്ചുള്ളതാണ് ഞങ്ങളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാർമാർക്കായാലും നല്ല സഹകരണം, പൊതുജനങ്ങളായാലും നല്ല സഹകരണമുള്ളതാണ് ഞങ്ങൾ തോന്നുന്നത്. പിന്നെ പെട്ടെന്നൊരു തീരുമാനം അടച്ചു കൂട്ടുക എന്ന് സാർമാർക്ക് മാത്രം, പോലീസുകാർക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്നൊരു ഓർഡറാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ 22 കുടുംബക്കാർക്ക് വേറൊരു പണിക്ക് പോകാനുള്ള കൊറോണ സമയമാണ് വേറൊരു പണിക്കിട്ടില്ലാത്ത
ഇടുക്കി ജില്ലയിലെ പോലീസ് ക്യാന്റീനുകളിൽ പ്രവേശനം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമാക്കി ചുരുക്കാനാണ് ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടത്. കട്ടപ്പന, നെടുങ്കണ്ടം, പീരുമേട്, തൊടുപുഴ, അടിമാലി, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ക്യാന്റീനുകൾ പ്രവർത്തിക്കുന്നത്. ക്യാന്റീൻ പൂട്ടുന്നതിന്റെ കാരണങ്ങൾ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല. ജില്ലയിലെ പ്രധാന നഗരങ്ങളിലെ പോലീസ് ക്യാന്റീനുകൾ മികച്ച സേവനമാണ് പോലീസുകാർക്കും പൊതുജനങ്ങൾക്കും നൽകുന്നത്. ഈ ക്യാൻറ്റീൻ അടച്ചുപൂട്ടിയത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് വളരെ ഒരു നഷ്ടമാണ്. കാരണം ഈ സമൂഹത്തിലെ ഓട്ടോറിക്ഷക്കാർ, അതുപോലെ സമൂഹത്തിൽ ഇവിടെ വന്ന് ബന്ധപ്പെട്ട് പോകുന്ന എല്ലാവരും വന്ന് ആശ്രയിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. എന്താണെങ്കിലും ഞാനിവിടെ ഇപ്പോൾ ഇതിനു വേണ്ടി വന്നപ്പോഴാണ് അറിയുന്നത് ഇത് അടച്ചുപൂട്ടിയത്. വളരെ വിഷമം തോന്നിക്കുന്നു. ഈ പോലീസ് ക്യാൻറ്റീൻ ഇവിടെ നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ബാക്കിയുള്ള കച്ചവടക്കാർക്ക് വളരെയധികം വില കൂട്ടി വിൽക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം ഇപ്പോൾ ചോറിന് തന്നെ 10 രൂപ, ചായക്ക് തന്നെ 2 രൂപ ഇപ്പോൾ കൂടിയത്. ഈ ക്യാൻറ്റീൻ ഉള്ളതുകൊണ്ടാണ് വില കൂടാത്തത്. അത് ക്യാൻറ്റീൻ സാധാരണക്കാരായ മറയൂർ, മൂന്നാർ, വട്ടവട, ഈ ഇടുക്കി ദേവികുളം താലൂക്കിലെ ഒരു ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ വന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സാമ്പത്തികമില്ലാത്ത തൊഴിലുറപ്പുകാർ, പഞ്ചായത്തിൽ വന്ന നേരിൽ വിതരണക്കാർ. മിതമായ നിരക്കിൽ വൃത്തിയുള്ള ഭക്ഷണം ലഭിക്കുന്നതിനാൽ ധാരാളം ജനങ്ങൾ പോലീസ് ക്യാന്റീനുകളെ ആശ്രയിക്കുന്നുണ്ട്. പോലീസ് മേധാവിയുടെ നടപടിക്കെതിരെ സേനയിലും പ്രതിഷേധം ശക്തമാണ്. വിവിധയിടങ്ങളിൽ സേനയുടെ സൊസൈറ്റികളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വൻതുക വായ്പയെടുത്താണ് ക്യാന്റീൻ ആരംഭിച്ചതും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതും. പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൂടാതെ അടിമാലി അടക്കമുള്ള ജനമൈത്രി പോലീസ് ക്യാന്റീനുകൾ വഴി നിർധനർക്കും ആശ്രയമറ്റവർക്കും നിരവധി സഹായ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ഇതും വിവാദ ഉത്തരവിനെ തുടർന്ന് മുടങ്ങുമെന്ന ആശങ്കയും ശക്തമാണ്. കെട്ടിടം പണിക്കിടെ വീണ് പരിക്കേറ്റ് ശരീരം തളർന്ന കിടപ്പ് രോഗിയുടെ കരകൗശല നിർമ്മാണം ആരെയും വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇടുക്കി ചെറുതോണി നിവാസി മനയത്ത് സുരേഷാണ് കഴിഞ്ഞ 13 വർഷമായി തളർന്നു കിടക്കുന്നത്. ജീവിത പ്രാരാബ്ദങ്ങൾക്ക് പരിഹാരമായി കട്ടിലിൽ കിടന്നുകൊണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുകയാണ് സുരേഷ്. ഇത് ചെറുതോണി നിവാസി മനയത്ത് സുരേഷ്. കഴിഞ്ഞ 13 വർഷമായി സുരേഷ് കിടപ്പിലാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ സുരേഷ് ജോലി ചെയ്തിരുന്ന കെട്ടിടത്തിന്റെ 3ാം നിലയിൽ നിന്നും വീണ് നട്ടെല്ലിന് പരിക്കേൽക്കുകയും തുടർന്ന് അരയ്ക്ക് കീഴ്പോട്ട് തളർച്ച ബാധിച്ച് സ്ഥിരമായി കിടപ്പിലാവുകയും ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നിരവധി ആശുപത്രികളിൽ ചികിത്സിച്ചെങ്കിലും സുരേഷിന് പരസഹായമില്ലാതെ പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാനാവില്ല. ഭാര്യ അമ്പിളിക്ക് ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിലുള്ള താൽക്കാലിക ജോലിയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് ദൈനംദിന ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള ഏക മാർഗം. 2007 കെട്ടിടം പണിക്കിടെ കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് വീണ അരയ്ക്കതാഴത്തേക്ക് തളർന്നുപോയ ആളാണ് ഞാൻ. സ്പൈനൽ കോർഡിന് ക്ഷതം സംഭവിച്ചു. അപ്പം അങ്ങനെ കിടന്നു മടുത്തപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മനസ്സിൽ പ്ലാൻ തോന്നി, പിന്നെ ചിരട്ട കൊണ്ട് ശില്പങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത്. അങ്ങനെ ആണിത് ചെയ്തത്. എനിക്ക് ഉപകരണങ്ങളൊന്നുമില്ല. ഒരു ആക്സോ ബ്ലേഡും ഒരു അരവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിതെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് പട്ടയെല്ലാം ബാങ്കിലിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ലോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ മോൻ്റെ പഠിത്തത്തിൻ്റെ ആവശ്യത്തിനും പണം വേണ്ടാണ്. അതുകൊണ്ട് പൈസയുടെ ആവശ്യമുള്ളതുകൊണ്ട് ഇതുണ്ടാക്കി വിൽക്കുന്നത്. മെഷീന്, പിന്നെ കട്ടർ, ചിരട്ട മുറിക്കാൻ ഉപയോഗിക്കുന്ന കട്ടർ, സാൻഡർ, ഈ 3 കൂട്ടം ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ പ്രധാനമായിട്ട്. മരുന്നിനും മറ്റു ചെലവുകൾക്കുമായി ഓരോ മാസവും 10,000 രൂപയോളം ഈ കുടുംബത്തിന് വേണം. ജീവിതം കടുത്ത പ്രതിസന്ധിയിലായപ്പോൾ സുരേഷ് കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചു തുടങ്ങി. പൂക്കളും പൂച്ചെണ്ടുകളും ചെടിച്ചട്ടികളും കിളികളുടെയും മൃഗങ്ങളുടെയും രൂപങ്ങളും ഉൾപ്പെടെ മനോഹരമായ നിരവധി ശില്പങ്ങളാണ് സുരേഷ് നിർമ്മിച്ചത്. എന്നാൽ ഇവയൊന്നും നിർമ്മിക്കുന്നതിനാവശ്യമായ വേണ്ടത്ര ഉപകരണങ്ങൾ ഇല്ല എന്നതാണ് സുരേഷിന്റെ വിഷമം. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന കട്ടറും ഗ്രൈൻഡറും പ്ലെയിനറും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ ശില്പങ്ങൾ എളുപ്പത്തിൽ നിർമ്മിക്കാനാകുമെന്നാണ് സുരേഷ് പറയുന്നത്. തന്റെ കരവിരുതിൽ ഉണ്ടാകുന്ന ശില്പങ്ങൾ വിറ്റ് ചികിത്സാ ചെലവുകൾ കണ്ടെത്തുവാനാണ് സുരേഷിന്റെ പരിശ്രമം. ജോലി കഴിഞ്ഞെത്തുമ്പോൾ ഭാര്യയും പഠനകാര്യങ്ങൾക്ക് ശേഷം സമയം പോലെ മകൻ അനന്തുവും സുരേഷിനെ സഹായിക്കാനുണ്ട്. ഡെയിലി വേജസായിട്ട് ഞാൻ ജില്ലാ ബാങ്കിൽ ഇങ്ങനെ ഇപ്പോഴത്തെ കേരള ബാങ്കിൽ ഡെയിലി വേജസായിട്ട് സീപ്പർ പോസ്റ്റിൽ പോകുന്നുണ്ട്. പിന്നെ ഒഴിവുള്ള സമയം വൈകുന്നേരം വന്നും ഈ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ
ഒട്ടിച്ചു കൊടുക്കാനും ഒക്കെ സഹായിക്കും. ചിരട്ട മുറിച്ച അതിൻ്റെ ഇതായിട്ട് അതിന് പുറമെല്ലാം ചെത്തി മിനുക്കി പേപ്പറൊക്കെ പിടിക്കാനും അത് ഒട്ടിക്കാനും ഒക്കെ ഞാനും കൊച്ചും കൂടെ കൂടി സഹായിക്കും. പിന്നെ ആരോഗ്യ പ്രശ്നമുണ്ട് പുള്ളിക്ക്, കാരണം ഇങ്ങനെ കടന്ന് ചെയ്യുന്ന കാരണം യൂറിൻ്റെ പ്രശ്നം, യൂറിൻ ബ്ലോക്ക് ആകുകയും അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പിന്നെ കാലിന് വിരളിലൊരു മുറിവ് വന്ന് അതിങ്ങനെ പഴുത്ത് വല്ലാത്ത മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. സുരേഷിന്റെ ഈ വാർത്ത കണ്ടറിഞ്ഞ് ഏതെങ്കിലും സുമനസ്സുകൾ തനിക്കാവശ്യമായ ഉപകരണങ്ങൾ വാഗ്ദാനം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് സുരേഷിന്റെ ചികിത്സയും ഈ കുടുംബത്തിന്റെ ദൈനംദിന ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും പൊതുസമൂഹത്തിന്റെ സഹായം കൂടിയേ തീരൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇടുക്കിയിൽ LDF സർക്കാർ നൽകിയ പട്ടയങ്ങൾ റദ്ദ് ചെയ്യുവാൻ പരിസ്ഥിതിവാദികളെ കൂട്ടുപിടിക്കുന്നതിന് പിന്നിൽ ഡീൻ കുര്യാക്കോസ് MPയും PT തോമസും എന്ന മുൻ MP ജോയിസ് ജോർജ്. കരിമണ്ണൂരിലും കോടിക്കുളത്തും തൊടുപുഴയിലും NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടന്നു. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. UDF പാലക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ UDF സംസ്ഥാന സെക്രട്ടറി ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. സ്നേഹഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കമിട്ടു. തൊടുപുഴ ന്യൂമാൻ കോളേജും കോതമംഗലം രൂപത ലേബർ മൂവ്മെന്റും കോളേജിലെ NCC യൂണിറ്റുമാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്. It's time to change. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. I like it. One India, one gold rate. ഇതാണ് മലബാർ പ്രോമിസ്. തൊടുപുഴയുടെ ഹൃദയഭാഗത്ത് പ്രകൃതിയുടെ മടിത്തട്ടിൽ സുഖകരമായി താമസത്തിന് സിനമൺ കൗണ്ടി. ആദം സ്റ്റാർ കോംപ്ലക്സിന് സമീപം കല്യാൺ ജ്വല്ലറിക്ക് എതിർവശം തൊടുപുഴ. റോയൽ എന്നും നിങ്ങളോടൊപ്പം എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെയും വിശാലമായ ഷോറൂം. റോയൽ ഫാമിലി ഷോപ്പ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം തൊടുപുഴ. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. K പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ജുവൽ ജംഗ്ഷൻ, തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. ഡ്യൂട്ടൺ LED ലൈറ്റിംഗ് ലൈവ്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഭാഗമായ വിമല കിൻഡർ ഗാർഡനിൽ 2021-22 അധ്യയന വർഷത്തേക്കുള്ള LKG UKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആപ്ലിക്കേഷൻ ഫോംസ് കിൻഡർ ഗാർഡൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 100% 916 BIS ഹോൾമാർക്ക് ജുവലേഴ്സ്, പറയംചാലിൽ ജുവലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സഹകരണ മേഖലയിൽ പൊതുജനങ്ങൾക്ക് ആംബുലൻസ് സേവനവുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം മുന്നോട്ട്. സേവനത്തിനായി വിളിക്കേണ്ട നമ്പർ 830 101 2000. മറ്റൊരു നമ്പർ 830 101 3000. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം എന്നും ജനങ്ങൾക്കൊപ്പം. firstcry.com ഇപ്പോൾ തൊടുപുഴയിലും. ബിഗ് സ്റ്റോർ ഫോർ ലിറ്റിൽ വൺസ്. firstcry.com, Affinity Towers, കോതായിക്കുന്ന് ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഫോൺ 8156885656. സിമ്പിൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെയും ഈ ജുവൽ ശേഖരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. BIS 916 ഹോൾമാർക്ക് ജ്വല്ലറി, JK ജുവൽസ്, ഓപ്പോസിറ്റ് TDM ഷൂ മാർട്ട്, തൊടുപുഴ.